Hi all, welcome back to Click. ഈ വീഡിയോയിൽ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ തന്നെ IT വിഷയങ്ങൾ അടിസ്ഥാന യോഗ്യതയായി കണക്കാക്കിക്കൊണ്ട് നടന്നിട്ടുള്ള കേരള PSCയുടെ മുൻവർഷ പരീക്ഷകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കേരള PSC ചോദിക്കുമോ, കേരള PSCയുടെ അപ്രോച്ച് തന്നെ ഇപ്പൊ മൊത്തത്തിൽ മാറിയിട്ടില്ലേ എന്നുള്ളത്. നോ, ചില ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആയിട്ടുള്ള സില്ലി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പോഴും കേരള PSCയിൽ ചോദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ റിസ്ക്, RISC, നമുക്കറിയാം അതിന്റെ ഫുൾ ഫോം എന്താണ്? റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ. അതിനകത്ത് നമ്മളെ കൺഫ്യൂസിങ് ആക്കുന്ന തരത്തിലുള്ള 4 ചോയ്സസ് തന്നിരിക്കുകയാണ്. റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ D ആയിട്ട് തന്നിട്ടുണ്ട്. പിന്നെ ഓപ്ഷൻ ബിക്ക് അകത്ത് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ചോദ്യം കാണുന്ന ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ആള് കൺഫ്യൂസ്ഡ് ആയി പോകും ഇതിലേതാണ് എന്നുള്ളത്. പിന്നെ കേരള PSC തന്നെ ആ ഒരു ക്വസ്റ്റ്യനിൽ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അവര് റോങ് ഓപ്ഷൻ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആൻസർ കീയില്. ഏതില്? പ്രൊവിഷണൽ ആൻസർ കീയില്. ഇത് നേരത്തെ നടന്ന ഇൻഫർമേഷൻ ടെക്നോളജി ലെക്ചർ പോളി എക്സാമിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ റിസ്കിന്റെ കാര്യം കേട്ടോ. അപ്പം പിന്നെ നമ്മളത് ചലഞ്ച് ചെയ്തിട്ടാണ് ദെൻ ആ ഒരു ഓപ്ഷൻ മാറ്റി റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടർ എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഫുൾ ഫോം എന്ന് പിന്നെ തിരുത്തുണ്ടായി PSC പിന്നീട്. ഓക്കെ, സോ ആ ഒരു പെർസ്പെക്റ്റീവില് ഈ ഒരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഫർദർ വീഡിയോസ് കാണാനായിട്ട്. സോ ഞാൻ ഇനി അധികം ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വേൾഡ്സ് ഫസ്റ്റ് ഇലക്ട്രോണിക് ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ, വെരി ഈസി. ENIACന്റെ ഫുൾ ഫോം എന്താണ്? ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. നമ്മൾ കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ ജോൺ വോൺ ന്യൂമാന്റെ പിന്നെ കോൺസെപ്റ്റ് ഒക്കെ പ്രപ്പോസൽ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ENIAC ഒക്കെ ആ ഒരു ഏരിയയിൽ ടെക്സ്റ്റ് ബുക്സിലൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നതൊക്കെ കാണാം. അപ്പൊ ENIAC ആണ് ഈ പറയുന്ന ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇന്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ. ഇതാണ് ലോകത്തിലെ തന്നെ ഫസ്റ്റ് ഇലക്ട്രോണിക് ജനറൽ പർപ്പസ്, അത് നിങ്ങൾ നോട്ട് ചെയ്യണേ, ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ. ഇത് 1945 ഡെവലപ്പ് ചെയ്തത്. ജോൺ പ്രെസ്പർ എക്കർട്ടും അതുപോലെ ജോൺ മക്ഹോളിയും കൂടിയിട്ട് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്തത്. ചരിത്രം നമ്മൾ കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും, അതൊന്നും I don't think that those will be asked. Okay. ഈ ENIAC എന്ത് ചെയ്യാനായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതൊരു റെലവെന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. സോ ENIAC was capable of doing reprogrammed to solve a full range of computing problems, making it the first general purpose electronic computer. ഫുൾ റേഞ്ച് ഓഫ് കമ്പ്യൂട്ടിംഗ് പ്രോബ്ലംസിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് ENIAC ക്യാപ്പബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് അതിനെ ഫസ്റ്റ് ജനറൽ പർപ്പസ് ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ന് വിളിച്ചിരുന്നത്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. കൊളോസസ് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഇതും ഒരു ഏർലി ഡെവലപ്ഡ് കമ്പ്യൂട്ടർ തന്നെയാണ്. ഒരു ബ്രിട്ടീഷ് ക്രിപ്റ്റോഗ്രാഫേഴ്സ് വേൾഡ് വാർ 2 സമയത്ത് കോഡ് ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി എന്താ പറയാ, ഡീസൈഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ജർമ്മൻ മിലിറ്ററി യൂസ് ചെയ്തിരുന്നതാണ് ഈ പറയുന്ന ഈ കൊളോസസ് എന്ന് പറയുന്ന സിസ്റ്റം. ഇതൊരു ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ ഒന്നും അല്ല, സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ക്രിപ്റ്റോഗ്രാഫിക് ടാസ്കുകൾക്ക് വേണ്ടിയിട്ടാണ് കൊളോസസ് എന്ന് പറയുന്നത്. ഇനി കമ്മിങ് ടു തേർഡ് ഓപ്ഷൻ എന്താണ്? ഇത് റൈറ്റ് ആൻസർ അല്ല കേട്ടോ, കൊളോസസ്, ദാറ്റ്സ് റോങ് ആൻസർ. ഇനി അബാക്കസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ ആൻഷ്യന്റ് കാൽക്കുലേറ്റിംഗ് ടൂൾ യൂസ്ഡ് ഫോർ ബേസിക് അരിത്മെറ്റിക്. അതൊരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ല. ഓൾസോ ഇറ്റ് ലാക്സ് ദ കോംപ്ലക്സിറ്റി ഓഫ് എ കമ്പ്യൂട്ടർ, സോ നോട്ട് അറ്റ് ഓൾ അബാക്കസ്. ഇനി D, CDC 6600, അത് നമ്മുടെ ആൻസർ അല്ല. ഇത് 1964 കൺട്രോൾ ഡേറ്റ കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനെ ഒരു ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ അല്ല, ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ. ഓർത്ത് വയ്ക്കുക കേട്ടോ, CDC 6600 എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡിസൈൻ ഫോർ ഹൈ സ്പീഡ് കാൽക്കുലേഷൻസ് ബട്ട് കെയിം ഡിക്കേഡ്സ് ആഫ്റ്റർ ENIAC വന്നു കഴിഞ്ഞിട്ട് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഈ ചങ്ങാതി വരുന്നത് തന്നെ. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിലെല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ ഏറ്റവും മാച്ച് ചെയ്യുന്നത് ENIAC ആണ്. സോ ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. Moving to the next question. What is the maximum number of pages in a publication that Adobe PageMaker supports? അതൊക്കെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസസ് ഒന്നും ഇല്ല, ഫ്രാങ്ക്ലി പറയുവാണേ. അതായത് നേരത്തെ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു എക്സാമിന് ചോദിച്ചിരുന്നു, ഏതാണ്ട് 2017 മറ്റോ. അന്ന് ആൻസർ എന്താ പറയാ B ആയിരുന്നു.
കറക്റ്റ് റൈറ്റ് ചോയ്സ് ആയിരുന്നത്. ഇപ്പൊ നമ്മൾ അഡോബിന്റെ ഡോക്യുമെന്റേഷനും യൂസർ റിപ്പോർട്ട്സ് ഒക്കെ റെഫർ ചെയ്യുവാണെങ്കിൽ അഡോബി പേജ് മേക്കറിന്റെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലിമിറ്റ് എന്ന് പറയുന്നത് സിസ്റ്റം റിസോഴ്സസ് അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ പെർഫോമൻസ് ഇഷ്യൂസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വരുന്ന കാര്യങ്ങളെയൊക്കെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, സോ അത് ഡിപ്പെൻഡന്റ് ആണ്. ഡിപ്പെൻഡ്സ്. നമുക്ക് ഇപ്പൊ പറയാനായിട്ട് സാധിക്കില്ല മാക്സിമം നമ്പർ ഓഫ് പേജസ് ഇൻ പബ്ലിക്കേഷൻ ദാറ്റ് അഡോബി പേജ് മേക്കർ സപ്പോർട്ട്സ് എന്നുള്ളത്. ഓക്കെ, എത്രയാണെന്ന് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കില്ല. മൂവിങ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ. Which was the first supercomputer developed by CDAC? CDAC എന്താണ്? Center for Development of Advanced Computing. CDAC. ഈ CDAC ഡെവലപ്പ് ചെയ്ത ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് വാസ് പരം 8000, which is option C. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഇൻഡിജിനിയസ് സൂപ്പർ കമ്പ്യൂട്ടർ ആണിത്. ഇത് ആക്ച്വലി ഡെവലപ്ഡ് ഇൻ റെസ്പോൺസ് ടു ദ ഡിനയൽ ഓഫ് ക്രേസ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഫ്രം ദ USA ഡ്യൂ ടു എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഓൺ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടിംഗ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ പറയുന്ന പരം 8000 ഉണ്ടല്ലോ, അതിലൊരു ഗിഗാഫ്ലോപ്പ് ലെവൽ പെർഫോമൻസ്, അതായത് 1 ഗിഗാഫ്ലോപ്പ് എന്ന് പറഞ്ഞാല് is equal to 1 billion floating point operations per second. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ശരിക്കും ഒരു ഗിഗാഫ്ലോപ്പ് ലെവൽ പെർഫോമൻസ് പോസിബിൾ ആണ് ഈ പരം 8000-നകത്ത്. അതായത് 1 ഗിഗാഫ്ലോപ്പ് എന്ന് പറയുന്നത് 1 ബില്യൺ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? CDAC ആണ്. ഒരു കാര്യം കൂടെ ഞാൻ ഇത് പറഞ്ഞോട്ടെ, പരം 8000-നകത്ത് അത് ആക്ച്വലി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് 1991-ലാണ് കേട്ടോ. CDAC ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഈ പരം 8000 എന്ന് പറയുന്നത്. ഇനി കമ്മിങ് ടു പരം 10,000, അതെന്ന് പറയുന്നത് 1998-ല് ഈ പറയുന്ന പരം 8000 അപ്ഗ്രേഡ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി പരം യുവ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം ഇത് 2008-ലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ഇന്ത്യസ് നെക്സ്റ്റ് ജനറേഷൻ സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഇനീഷ്യേറ്റീവ്. ഇനി വേറൊരെണ്ണം പറഞ്ഞിട്ടുണ്ട്, ഏതാണ്? പരം 8600. ഈ 8000 കഴിഞ്ഞിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള മറ്റൊരു സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഈ പരം 8600 എന്ന് പറയുന്നത്. ഇംപ്രൂവ്ഡ് വേർഷൻ ആണ്, മോർ പ്രോസസിംഗ് പവർ ഉണ്ട് ഓഫ് കോഴ്സ്. ഓക്കെ, സോ ഫൈനലി നമുക്ക് എന്ത് പറയാം? വിച്ച് വാസ് ദ ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഡെവലപ്ഡ് ബൈ CDAC? ഏതാണ്? പരം 8000, വിച്ച് ഇസ് ഓപ്ഷൻ സി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രോസസർ മാനുഫാക്ചറർ? ഒറ്റയടിക്ക് തന്നെ നമുക്ക് പറയാം, ഇതിനകത്ത് പ്രൊസസർ മാനുഫാക്ചറർ അല്ലാത്തത് ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. കാരണം മൈക്രോസോഫ്റ്റ് എന്താണ്? ലീഡിംഗ് സോഫ്റ്റ്വെയർ കമ്പനിയാണ്. പ്രൈമറിലി നോൺ ഫോർ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, മൈക്രോസോഫ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസസ് ലൈക്ക് അഷ്വർ. മൈക്രോസോഫ്റ്റ് ശരിക്കും പറയുവാണെങ്കിൽ പ്രോസസർ മാനുഫാക്ചേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു മാനുഫാക്ചറിങ് പ്രോസസർ ആ ഒരു പെർസ്പെക്റ്റീവിലല്ല. അതായത് സർഫർ ഡിവൈസസിന് വേണ്ടിയിട്ടുള്ള ARM ബേസ്ഡ് ചിപ്സ്, അതിനൊക്കെയാണ് ആക്ച്വലി ഈ മൈക്രോസോഫ്റ്റ് ഒരു പ്രോസസർ മാനുഫാക്ചേഴ്സുമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് മാനുഫാക്ചർ പ്രോസസ് അല്ല എന്നുള്ളത് നോട്ട് ചെയ്യണം കേട്ടോ. ഇനി അതർ ഓപ്ഷൻസ് നോക്കാം നമുക്ക്. ഇന്റൽ നമുക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്, വൺ ഓഫ് ദ വേൾഡ്സ് largest processor manufacturers, producing x86 64 architecture CPUs like Intel ന്റെ തന്നെ Core i3, i5, i7, i9, Xeon അതെല്ലാം. ഓക്കെ, ഇനി കമ്മിങ് ടു നെക്സ്റ്റ് AMD എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ്, അതിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. അഡ്വാൻസ്ഡ് മൈക്രോ ഡിവൈസസ് മറക്കരുത്. ഇറ്റ്സ് എ മേജർ കോമ്പറ്റീറ്റർ ടു ഇന്റൽ അല്ലേ. ഇതിന്റെ ഏറ്റവും അറിയപ്പെടുന്ന പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് റൈസൻ, അതുപോലെ തന്നെ EPYC പ്രോസസ്സേഴ്സ്, അതുപോലെ തന്നെ GPUs, റേഡിയോൺ സീരീസ് അതിന്റെ. നെക്സ്റ്റ് വരുന്നത് ക്വാൽക്കം. ഇതിനെ സംബന്ധിച്ചിടത്തോളം it specializes in ARM based processors for mobile devices like Snapdragon series. സ്മാർട്ട് ഫോൺസിലും ടാബ്ലറ്റ്സിലും ഒക്കെയാണ് നമ്മൾ ഈ ക്വാൽകോം യൂസ് ചെയ്യുന്നത്.
So it's pretty much clear that Microsoft is not a processor manufacturer. Moving to the next question. Transistor was invented in. എന്താണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുന്നത്? ആക്ച്വലി 1947 ഓക്കെ. ട്രാൻസിസ്റ്റർ ഒരു ഡിസംബർ 1947 ബെൽ ലബോറട്ടറീസിൽ ജോൺ ബെർദിനും വാൾട്ടർ ബ്രാറ്റൈനും അതുപോലെ തന്നെ വില്യം ഷോക്ലിയും കൂടിയിട്ടാണ് ഇൻവെന്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്കറിയുന്ന കാര്യമാണ്. വാക്വം ട്യൂബ്സിനെ റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു റെവല്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് ബൈ എനേബിളിംഗ് ഡെവലപ്മെന്റ് ഓഫ് സ്മോളർ, ഫാസ്റ്റർ ആൻഡ് മോർ റിലയബിൾ ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലേ. ഈ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇൻവെൻഷൻസ് ഓഫ് ദി 20th century. അതാണ് ആക്ച്വലി എന്താ പറയാ ഈ മോഡേൺ കമ്പ്യൂട്ടിംഗ് എറയിലേക്ക് തന്നെ നമ്മൾ ലീഡ് ചെയ്ത ഒരു ഇൻവെൻഷൻ. ഈ 46 എന്തായിരുന്നു അവസ്ഥ എന്ന് നമുക്ക് നോക്കാം. 46 എന്ന് പറയുമ്പോൾ ആക്ച്വലി ഏർലി റിസർച്ച് ഇൻ ടു സെമി കണ്ടക്ടേഴ്സ് അത് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. ട്രാൻസിസ്റ്റേഴ്സ് ഇൻവെന്റ് ചെയ്യപ്പെട്ടത് 1947 തന്നെയാണ്. ഇനി 45 കാര്യം എടുക്കുവാണെങ്കിൽ എന്താണ്, ഡെവലപ്മെന്റ് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സ് പ്രോഗ്രസ് ഒക്കെ ആയിരുന്നു നടന്നിരുന്നത് 1940s. ദെൻ 1944 വേൾഡ് വാർ 2 സമയമാണ്. ആ സമയത്താണ് ഇലക്ട്രോണിക്സിലുള്ള അഡ്വാൻസ്മെന്റ്സ് നമ്മൾ കാണുന്നത്. പക്ഷെ അപ്പോഴും ട്രാൻസിസ്റ്റേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു. ഇൻസ്റ്റഡ് വാക്വം ട്യൂബ്സ് ആയിരുന്നു ഡോമിനന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. So the first working transistor was invented in 1947, which makes option A the correct answer. Next, personal computers normally use dash processors. എന്താണ് ആൻസർ? ഒറ്റയടിക്ക് പറഞ്ഞൂടെ? മൈക്രോ പ്രോസസേഴ്സ് അല്ലേ? യെസ്. അതായത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ PCs അല്ലേ എന്ന് പറയുന്നത് ഡെസ്ക്ടോപ്പുകളും ലാപ്ടോപ്പുകളൊക്കെ PCസിലാണ് വിടുന്നത്. ടിപ്പിക്കലി യൂസ് മൈക്രോ പ്രോസസേഴ്സ്. ഈ മൈക്രോ പ്രോസസർ എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം. ഇറ്റ്സ് എ സിംഗിൾ ചിപ്പ് CPU അല്ലേ, ദാറ്റ് ഇന്റഗ്രേറ്റ്സ് ഓൾ പ്രോസസിംഗ് ഫങ്ഷൻസ്. ഇനി ഇതിനകത്ത് വരുന്ന കോർ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഇന്റലിന്റെ ആണെങ്കിൽ കോർ i5, i7, i9, പിന്നെ AMDൻ്റെതാണെങ്കിൽ റൈസൻ, അതുപോലെ തന്നെ ആപ്പിളിൻ്റെതാണെങ്കിൽ M1, M2 അതൊക്കെ. ഇനി ഇതിനകത്ത് വന്നിട്ടുള്ള ബാക്കി ഓപ്ഷൻസ് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. മിനി ഇതെന്ന് പറയുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സിനേക്കാളും കുറച്ച് ലാർജർ ആണ്. അത് മൾട്ടി യൂസർ പ്രോസസ്സിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് മിനി പ്രോസസ്സേഴ്സ് സെർവേഴ്സിലൊക്കെയാണ് യൂസ് ചെയ്യുക. ഓൾഡ് IBM AS400 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് ഇതിനകത്ത് മൾട്ടി യൂസർ പ്രോസസ്സിങ്ങിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കൂ കേട്ടോ. സെർവേഴ്സിലൊക്കെ അതല്ലേ നടക്കുന്നത്. അതുകൊണ്ടാണ് സെർവേഴ്സ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് കേട്ടോ. മൈക്രോ പ്രോസസേഴ്സിന് പകരം മൾട്ടിപ്പിൾ പവർഫുൾ പ്രോസസ്സേഴ്സ് യൂസ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് മിനി പ്രോസസ്സേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, കമ്മിങ് ടു മാക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ കമ്പ്യൂട്ടിങ്ങിനകത്തില്ല. ഓക്കെ. നെക്സ്റ്റ്, സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഹൈ പെർഫോമൻസ് മെഷീൻസ് യൂസ്ഡ് ഫോർ സയന്റിഫിക് റിസർച്ച്, സിമുലേഷൻസ് ആൻഡ് AI ട്രെയിനിങ്. ദേ യൂസ് സ്പെഷ്യലൈസ്ഡ് PPUs. CPUs അല്ല, PPUs ആണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുക. വിച്ച് മീൻസ് parallel processing units instead of microprocessors. So personal computers simply uses microprocessors. Moving to the next question. Performance of a supercomputer is measured in flops, which is option A. അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ടു മെഷറിംഗ് ദ പെർഫോമൻസ് ഓഫ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. ഈ സയന്റിഫിക് കാൽക്കുലേഷൻസും സിമുലേഷൻസ് അതുപോലെ AI മോഡൽസ് ഒക്കെ ഹെവി ആയിട്ടുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് കമ്പ്യൂട്ടേഷൻസ് ആവശ്യമുള്ള ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് ഫ്ലോപ്സ് എന്ന് പറയുന്നത് മോസ്റ്റ് സ്യൂട്ടബിൾ മെട്രിക് ആണ് എന്ന് പറയുന്നത്. മോഡേൺ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ദേ ഓപ്പറേറ്റ് അറ്റ് ബീറ്റാ ഫ്ലോപ്സ് ഓർ P ഫ്ലോപ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ദിസ് ഈസ് ഈക്വൽ ടു 10^15 ഫ്ലോപ്സ്. അതും അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് എക്സാ ഫ്ലോപ്സ് എന്ന് പറയാം. In which E-flops എന്ന് അതിനെ പറയാം. This is equal to 10^15
18 flops. Flops എന്താന്ന് മനസ്സിലായില്ലേ? അതായത് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്. ഓക്കെ, അതാണ് ഫ്ലോപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിന് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറയാവേ. അതായത് ഇത് പഠിച്ചു വെക്കണം എന്നില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അറിവിലേക്കായിട്ട്. ഫുഗാക്കു ഒരു ജാപ്പനീസ് സൂപ്പർ കമ്പ്യൂട്ടർ ആണ്. ഇൻ വിച്ച് 442 പി ഫ്ലോപ്സ് ആണ് അതിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത്. USA ഫ്രണ്ടിയർ എന്ന് പറയുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഉണ്ട്. അതിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1.1 ഇ ഫ്ലോപ്സ് ആണ്. ഓക്കെ, so I believe that you got the point. Now coming to the next options, let's check what are the next options. First one is MIPS. MIPS എന്ന് പറയുമ്പോൾ million instructions per second. ഇത് ജനറൽ CPU പെർഫോമൻസ് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നോട്ട് സ്പെസിഫിക്കലി ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? മെയിൻ ഫ്രെയിംസിലും ജനറൽ പർപ്പസ് പ്രൊസസ്സേഴ്സിലും. Not at all ideal for supercomputers. So it's not the answer. Then KIPS എന്ന് പറയുന്നുണ്ട്. MIPS പറഞ്ഞു നമ്മൾ എന്താണ്? മില്യൺ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ് ആണെങ്കിൽ KIPS എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കിലോ ഇൻസ്ട്രക്ഷൻസ് പെർ സെക്കൻഡ്. ഔട്ട്ഡേറ്റഡ് മെട്രിക് ആണിത്. യൂസ്ഡ് ഫോർ ഏർലി കമ്പ്യൂട്ടേഴ്സ് ആൻഡ് മൈക്രോ കൺട്രോളേഴ്സ് ഫോർ മെഷറിംഗ് ബേസിക് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ സ്പീഡ്. ഓക്കെ, നൗ ഡി എന്ന് പറയുന്നത് എന്താണ്? ജിഗാഹെർട്സ്. ജിഗാഹെർട്സ് സത്യത്തിൽ എന്താണ് മെഷർ ചെയ്യുന്നത്? പ്രോസസറിന്റെ ക്ലോക്ക് സ്പീഡ്. ക്ലോക്ക് സ്പീഡ് എന്ന് പറയുമ്പോൾ എത്ര സൈക്കിൾസ് പെർ സെക്കൻഡ്. ഡയറക്ട്ലി കമ്പ്യൂട്ടേഷണൽ പവറിനെ അല്ല അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് പാരലൽ പ്രോസസിങ് അതുപോലെ തന്നെ ഫ്ലോട്ടിംഗ് പോയിന്റ് കാൽക്കുലേഷൻസിലും ആണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. ഈ ക്ലോക്ക് സ്പീഡിൽ മാത്രമല്ല. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഈ ജിഗാഹെർട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ റോങ് ആണ് എന്ന് പറയുന്നത്. അതായത് ക്ലോക്ക് സ്പീഡ് ആണ് മെഷർ ചെയ്യുന്നത്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പ്ലോട്ടർ? വാട്ട് ഈസ് സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യൻ ഈസ്? കാരണം ഓപ്ഷൻസ് നോക്കൂ. ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്, IO ഡിവൈസ്, നൺ ഓഫ് ദി അബവ്. ഒബ്വിയസ്ലി ഔട്ട്പുട്ട് ഡിവൈസ് നമുക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്. പ്ലോട്ടർ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുന്ന കാലത്ത് തൊട്ട് 5ാം ക്ലാസ്സിലോ മറ്റോ തൊട്ട് പിന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് വരെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് പഠിക്കുമ്പോൾ പ്ലോട്ടർ എന്താന്നുള്ളത് അറിയാം. ഇറ്റ്സ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് യൂസ്ഡ് ഫോർ പ്രിന്റിംഗ് വെക്ടർ ഗ്രാഫിക്സ് അല്ലേ? പ്രിന്റേഴ്സിനെ പോലെ അല്ല, പ്ലോട്ടേഴ്സ് എന്താണ്? പെൻസ് യൂസ് ചെയ്യും ടു ഡ്രോ കണ്ടിന്യൂസ് ലൈൻസ്, മേക്കിംഗ് ദം ഐഡിയൽ ഫോർ എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സ്, അതുപോലെ തന്നെ ആർക്കിടെക്ചർ, ബ്ലൂ പ്രിന്റ്സ് ആൻഡ് സർക്യൂട്ട് ഡയഗ്രാംസ്. ഓക്കെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലോട്ടേഴ്സ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ലൈക്ക് ഡ്രം പ്ലോട്ടേഴ്സ്. അതില് പേപ്പർ ഒരു ഡ്രമ്മിൽ എന്ന പോലെയാണ് മൂവ് ചെയ്യുക. ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടേഴ്സ് ഉണ്ട്. പേപ്പർ എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കും. ഇലക്ട്രോസ്റ്റാറ്റിക് പ്ലോട്ടേഴ്സ് ഉണ്ട്. അത് GIS ആപ്ലിക്കേഷൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി അത് ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇൻപുട്ട് ഡിവൈസസ്, ടേക്ക് യൂസർ ഇൻപുട്ട്, അത് നമുക്കറിയാം. കീബോർഡ്, മൗസ്, സ്കാനർ, അതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ് വരുന്നത്. പ്ലോട്ടർ എന്ന് പറയുന്നത് ഓൺലി ഔട്ട്പുട്ട്സ് ഗ്രാഫിക്കൽ കണ്ടന്റ്. സോ ഇറ്റ്സ് നോട്ട് എൻ ഇൻപുട്ട് ഡിവൈസ്. ഓപ്ഷൻ A ഈസ് റോങ്. നൗ ഓപ്ഷൻ C, IO ഡിവൈസ്. IO ഡിവൈസ് എന്ന് പറയുന്നത് പെർഫോം ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ആണ്. ടച്ച് സ്ക്രീനിനെ നമുക്ക് IO ഡിവൈസ് എന്ന് പറയാം. എക്സ്റ്റേണൽ സ്റ്റോറേജിനെ വേണമെങ്കിൽ IO ഡിവൈസ് എന്ന് പറയാം. പക്ഷേ പ്ലോട്ടർ ഓൺലി പ്രൊഡ്യൂസ് ഔട്ട്പുട്ട്. ഓക്കെ, സോ C is not the option. Since we already got the right answer, D, which is none of the above, is wrong. Okay, അപ്പോൾ ഇത് ഓർത്ത് വെക്കാം. പ്ലോട്ടർ എന്ന് പറയുന്നത് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? പ്രിന്റിംഗ് വെക്ടർ ബേസ്ഡ് ഡ്രോയിങ്സ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is RAM? Volatile memory, non-volatile memory, secondary memory, both B and C. Correct answer ഏതാണ്? volatile memory, which is option A. കാരണം RAM എന്ന് പറയുന്നത് റാൻഡം ആക്സസ് മെമ്മറി ആണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് volatile memory. മീൻസ് കറണ്ട് പോയി കഴിഞ്ഞാൽ, പവർ ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചാൽ അതിനകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള എല്ലാ ഡേറ്റയും അങ്ങ് ഇറേസ് ആയി പോകും. ഇത് നമ്മൾ ഒരു ടെമ്പററി സ്റ്റോറേജ് ആയിട്ട് മാത്രമാണ് ഇത് യൂസ് ചെയ്യുന്നത്, റാം. അതായത് CPU പെട്ടെന്ന് എന്തെങ്കിലും ആക്സസ് ചെയ്യണമെങ്കിൽ പ്രോഗ്രാംസ് റൺ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന റാമിലെ ഡേറ്റയാണ് ഫെച്ച് ചെയ്യുക. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് എന്ന് പറയുമ്പോൾ ഹാർഡ് ഡിസ്ക്, അതിനേക്കാളും ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റാം എന്ന് പറയുമ്പോൾ വളരെ ഫാസ്റ്റ് ആണ് അല്ലേ?
ഇനി വൈ നോട്ട് അതർ ഓപ്ഷൻസ്? സി ഓപ്ഷൻ ബിയിൽ നോൺ വോൾട്ടൈൽ മെമ്മറി എന്ന് പറഞ്ഞു. നോൺ വോൾട്ടൈൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? റീറ്റെയിൻസ് ഡേറ്റ ഈവൻ വെൻ പവർ ഈസ് ലോസ്റ്റ്. സോ റോം, SSDs അതുപോലെ ഹാർഡ് ഡ്രൈവ്സ് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? നോൺ വോൾട്ടൈൽ മെമ്മറി ആണെന്ന് പറയാം. റാം ഡസ് നോട്ട് റീറ്റെയിൻ ഡേറ്റ ആഫ്റ്റർ ഷട്ട് ഡൗൺ, മേക്കിംഗ് ദിസ് ഓപ്ഷൻ ഇൻകറക്റ്റ്. ആൻഡ് സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി എന്ന് പറയുമ്പോൾ എന്താണ്? ലോങ് ടേം സ്റ്റോറേജ് ഡിവൈസസ് ലൈക്ക് HDD, SSD, USB ഡ്രൈവ്സ് എക്സെട്ര. റാം എന്താണ്? ബേസിക്കലി പ്രൈമറി മെമ്മറി ആണ്, നോട്ട് സെക്കൻഡറി അറ്റ് ഓൾ. ഓക്കെ, സോ ദിസ് ഓപ്ഷൻ ഈസ് റോങ്. നൗ ബോത്ത് ബി ആൻഡ് സി, ബിയും സിയും റോങ് ആണെന്ന് ഓൾറെഡി നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഡി എന്ന് പറയുന്ന ഓപ്ഷനും റോങ് ആണ്. അതായത് നമ്മുടെ റാം എന്ന് പറയുന്നത് നീദർ നോൺ വോൾട്ടൈൽ നോർ സെക്കൻഡറി മെമ്മറി. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലൈറ്റ് പെൻ ഈസ് ആൻ എന്തായിരിക്കും? ഈസി ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി ഇൻപുട്ട് ഡിവൈസ്. എന്താണ് ഒരു ലൈറ്റ് പെൻ? ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. നേരത്തെ നമ്മൾ പ്ലോട്ടർ പറഞ്ഞ പോലെയാണ് ഈ പറയുന്ന ലൈറ്റ് പെന്നിന്റെ കാര്യം. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ കേരള PSCയിലെ നേരത്തെ പിന്നെ പല പേപ്പറുകളിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സ് നിറയുന്നു. ഓക്കെ, ഇത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മളൊരു ചെറിയൊരു എവല്യൂഷൻ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇത് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ഓൾഡസ്റ്റ് പേപ്പർ ആണെങ്കിൽ ദെൻ നെക്സ്റ്റ് ഇയറിന്റെ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ വി വിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ ദ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് ഇവോൾവ്സ്. അപ്പം ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ലെറ്റ്സ് ഗെറ്റ് ബാക്ക് ടു ദിസ് ക്വസ്റ്റ്യൻ വിച്ച് ഇസ് ലൈറ്റ് പെൻ ഈസ് എൻ ഇൻപുട്ട് ഡിവൈസ്. ഇതെന്താണ് ചെയ്യുന്നത്? ബേസിക്കലി ഒരു പോയിന്റിംഗ് ഇൻപുട്ട് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. ഇറ്റ് അലോസ് യൂസേഴ്സ് ടു ഇന്ററാക്ട് വിത്ത് എ സ്ക്രീൻ ബൈ ഡിറ്റക്ടിങ് ലൈറ്റ് ചേഞ്ചസ് വെൻ ഇറ്റ് ടച്ചസ് ദി ഡിസ്പ്ലേ. ഇവിടെ ഞാനിപ്പോൾ ഒരു സ്റ്റൈലസ് യൂസ് ചെയ്തിട്ടാണ് ബേസിക്കലി ഞാൻ കണ്ടന്റ്സ് റൈറ്റ് ചെയ്യുന്നത്. സിമിലർലി ലൈറ്റ് പെന്നും അങ്ങനെ തന്നെയാണ് ഏകദേശം. ഫങ്ഷൻസ് സിമിലർലി ടു എ സ്റ്റൈലസ്. പക്ഷേ ഡിഫറൻസ്, സ്റ്റൈലസുമായിട്ടുള്ള ഡിഫറൻസ് എന്താ വെച്ചാല് വർക്ക്സ് സ്പെസിഫിക്കലി വിത്ത് CRT മോണിറ്റേഴ്സ്. CRT മോണിറ്റേഴ്സ് നമ്മൾ പണ്ട് യൂസ് ചെയ്തിരുന്ന മോണിറ്റേഴ്സ് ആണ്. ലൈക്ക് CRT എന്ന് പറയുമ്പോൾ കാത്തോഡ് റേ ട്യൂബ്, എല്ലാവർക്കും അറിയായിരിക്കും. ഇതിനകത്ത് സ്ക്രീനിലുള്ള ഇലക്ട്രോൺ ബീമിനെ സെൻസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ലൈറ്റ് പെൻ വർക്ക് ചെയ്തിരുന്നത്. ഇത് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ ഒക്കെ ഉണ്ടല്ലോ, CAD, അതിനൊക്കെ അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഏർലി ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസസ് ഒക്കെ നടത്തിയിരുന്നത് ഈ ലൈറ്റ് പെൻ യൂസ് ചെയ്തിട്ടാണ്. ലേറ്റർ ആണ് ഈ സ്റ്റൈലസ് ഒക്കെ നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി ഔട്ട്പുട്ട് ഡിവൈസ് ആണോ? അല്ല, അതിപ്പോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. Light pen only inputs data by detecting light signals. Okay, so option A is wrong. Both A and B is wrong. None of the above. It is also wrong. Moving to the next question. What is this? ROM stands for. ഇതൊക്കെ ആയിരുന്നു ഒരു കാലത്ത് കേരള PSCയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്. വിച്ച് ഇസ് എന്താ പറയുക, ഓപ്ഷൻസ് കാണുക കൂടി വേണ്ട നമുക്ക്. റീഡ് ഓൺലി മെമ്മറി അല്ലേ? സോ ഹിയർ ഓപ്ഷൻ സി, റീഡ് ഓൺലി മെമ്മറി. നമുക്ക് ഇതിനെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഓർത്ത് വെക്കാം. അതായത് ലൈക്ക് റീഡ് ഓൺലി മെമ്മറി എന്ന് പറയുമ്പോൾ നോൺ വോളറ്റൈൽ ആണ്. അതുപോലെ തന്നെ പെർമനന്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെക്കും. നോൺ വോളറ്റൈൽ ആണെന്ന് പറയുമ്പോൾ എന്താ മീൻ ചെയ്യുന്നത്? പവർ ഓഫ് ആയി കഴിഞ്ഞാലും അതിനകത്തുള്ള ഡേറ്റ റീറ്റെയിൻ ചെയ്യും. ആക്ച്വലി ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത് ഫേംവെയർ ആണ്, ലൈക്ക് ബയോസ്. കമ്പ്യൂട്ടേഴ്സിനകത്തുള്ള ബയോസ്. നമുക്ക് എന്താ പറയാ, കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ അത് പ്രവർത്തന സജ്ജമാവുന്നത് വരെ നടക്കുന്ന പ്രവൃത്തിയെയാണ് ബയോസ് എന്ന് പറയുന്നത്. അതായത് ഈ കണ്ടന്റ് എല്ലായ്പ്പോഴും സെയിം ആയിരിക്കും. ഈ ഫേംവെയർ എന്ന് പറയുന്നത് ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഫ്രീക്വന്റ്ലി. ഓക്കെ, ആൻഡ് അൺലൈക്ക് ROM retains data even if the power is turned off. ഓക്കെ, ഇനി പിന്നെ അതിനകത്ത് നമ്മൾ കുറച്ച് പോയിന്റ്സ് നോക്കേണ്ടത് റീഡ് ഓൺലി മെമ്മറിയുടെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. പ്രോം ഉണ്ട്. പ്രോം എന്ന് പറയുമ്പോൾ പ്രോഗ്രാമബിൾ ROM ആണ്. അതിനകത്ത് നമുക്ക് ഒറ്റത്തവണ പ്രോഗ്രാംഡ്, അത് പ്രോഗ്രാംഡ് ആണ്. ഇറ്റ് ക്യാൻ ബി പ്രോഗ്രാംഡ് വൺസ്. EPROM. ഓക്കെ, EPROM എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇറേസബിൾ പ്രോഗ്രാമബിൾ ROM which can be erased using UV light and reprogrammed. EEPROM ഉണ്ട്.
ഇതിനകത്തെന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കലി ഇറേസബിൾ പ്രോഗ്രാമബിൾ റോം. നേരത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ഇറേസബിൾ പ്രോഗ്രാമബിൾ റോമും നേരത്തെ പ്രോഗ്രാമബിൾ റോമും. ആ റോമിന്റെ ആ ഒരു എവല്യൂഷൻ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഈ ലാസ്റ്റ് വണ്ണിൽ ഇറ്റ് ക്യാൻ ബി ഇറേസ്ഡ് ആൻഡ് റീപ്രോഗ്രാംഡ് യൂസിങ് ഇലക്ട്രിസിറ്റി. ദാറ്റ് ഇസ് വാട്ട് മെന്റ് ബൈ EEPROM. ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ബാക്കി ഓപ്ഷൻസ് ഒന്നും നമുക്ക് നോക്കി നോക്കാം. റീഡ് ഔട്ട് മെമ്മറി ആണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ ആക്ച്വലി ഇത് ഇൻകറക്റ്റ് ആണ്. ദെൻ റാൻഡം ഓപ്പറേഷൻ മെമ്മറി, നോ ഐഡിയ, നോ സച്ച് മെമ്മറി ടൈപ്പ് അറ്റ് ഓൾ, നൺ ഓഫ് ദ എബോവ്. ഇത് വെറുതെ തമാശയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് യൂസ്ഡ് ഫോർ ക്യാഷെ മെമ്മറി? ഓക്കെ, ഇത് റിപ്പീറ്റഡ് ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് തരുവാണെങ്കിൽ പോലും ഈ ഒരു ക്വസ്റ്റ്യൻ, ഇതിന്റെ ആൻസറും റിലേറ്റഡ് ആയിട്ടുള്ളത് ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്കെല്ലാം അറിയാം, ക്യാഷെ മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്നത് SRAM ആണ്. എന്താണ് ബേസിക്കലി ക്യാഷെ മെമ്മറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇറ്റ്സ് എ ഹൈ സ്പീഡ് മെമ്മറി. ഇവിടെ ആയിരിക്കും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക നിയർ ബൈ അല്ലെങ്കിൽ ക്ലോസ് ടു CPU ആയിരിക്കും ഈ ക്യാഷെ മെമ്മറി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ടു സ്റ്റോർ ഫ്രീക്വന്റ്ലി യൂസ്ഡ് ഡേറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്. അത് ശ്രദ്ധിക്കണേ, ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യുന്ന ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും ഒക്കെ നമ്മൾ ക്യാഷെ മെമ്മറിക്ക് അകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. സോ SRAM ആണ് നമ്മൾ ക്യാഷെ മെമ്മറി ആയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. SRAM എന്ന് പറയുമ്പോൾ സ്റ്റാറ്റിക് റാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ക്യാഷെ മെമ്മറി. അതിന്റെ കാരണം ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ DRAM. DRAM എന്ന് പറഞ്ഞാൽ ഡൈനാമിക് റാം ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് റീഫ്രഷിങ് ആവശ്യമില്ല. DRAമിനകത്ത് നമ്മൾ റീഫ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്നാൽ SRAMന്റെ കേസിൽ അത് വേണ്ട. അതുപോലെ തന്നെ ഇറ്റ് ഹാസ് ലോ ലേറ്റൻസി ആൻഡ് ഈസ് ഐഡിയൽ ഫോർ CPU ക്യാഷേസ്. നമുക്കറിയാം ഡിഫറെന്റ് ലെവൽസ് ഓഫ് ക്യാഷെ ഉണ്ട്, L1, L2, L3. ലോ ലേറ്റൻസി ഉള്ളത് കൊണ്ടാണ് ഇത് ഈ ഒരു എന്താ പറയുക ഡിഫറെന്റ് ലെവൽസ് ഓഫ് ക്യാഷയ്ക്ക് ഇത് അനുയോജ്യമാവുന്നത്. ഓക്കെ, ഇനി ഡൈനാമിക് റാമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാഷെ മെമ്മറി അല്ല, മെയിൻ മെമ്മറി വിച്ച് ഈസ് റാം. ഇതിന്റെ ഒരു ഡ്രോബാക്ക് നമ്മൾ ഇപ്പൊ തന്നെ ഡിസ്കസ് ചെയ്തായിരുന്നു. അതായത് സ്ലോവർ ദാൻ SRAM ആയിരിക്കും. കോൺസ്റ്റന്റ് റീഫ്രഷിങ് ഇതിനകത്ത് ആവശ്യമുണ്ട്. ഇനി നെക്സ്റ്റ് ഏതായിരുന്നു? റോം, റീഡ് ഓൺലി മെമ്മറി. നമ്മൾ കുറച്ച് നേരത്തെ ക്വസ്റ്റ്യനിൽ കണ്ടേ ഉള്ളൂ. അതായത് ഇറ്റ് സ്റ്റോർസ് ഫേംവെയർ ആൻഡ് ബൂട്ട് ലോഡർ, നോട്ട് ക്യാഷെ ഡേറ്റ. ഓക്കെ, ഇറ്റ് ഈസ് നോൺ വോളറ്റൈൽ, അത് നമുക്കറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നോട്ട് യൂസ്ഡ് ഫോർ ഹൈ സ്പീഡ് CPU ഓപ്പറേഷൻസ്. ഓക്കെ, നൺ ഓഫ് ദി അബോവ്. അവർ വേറെ ഓപ്ഷൻ വേറെ കൊടുക്കാനില്ലാത്തത് കൊണ്ട് അന്നത്തെ കാലത്ത് കൊടുത്തിരുന്ന ഓപ്ഷൻ ആണെന്ന് തോന്നുന്നു ഈ നൺ ഓഫ് ദ അബോവ്, ഓൾ ഓഫ് ദീസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് റോം ഇൻ കമ്പ്യൂട്ടർ? ഓ മൈ ഗോഡ്, ഈ എക്സാം എഴുതിയിട്ട് ക്ലിയർ ആവാത്ത ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഐ കാൺ ബിലീവ് ദാറ്റ്. അത്രയും ഡംബായിട്ടുള്ള ആരും ഉണ്ടാവാനായിട്ട് ചാൻസ് ഇല്ല. സോ 13,000. വാട്ട് ഈസ് ദ മെയിൻ പർപ്പസ് ഓഫ് റോം ഇൻ കമ്പ്യൂട്ടർ? എന്താണ് ഓപ്ഷൻസ്? ടു സ്റ്റാർട്ട് എ കമ്പ്യൂട്ടർ, സ്റ്റോപ്പ് എ കമ്പ്യൂട്ടർ, ബോത്ത് A and B, D, none of the above. എന്താണ് ടു സ്റ്റാർട്ട് എ കമ്പ്യൂട്ടർ? ഓഫ് കോഴ്സ് ഓപ്ഷൻ എ അല്ലേ? അതായത് റോം എന്ന് പറയുമ്പോൾ റീഡ് ഓൺലി മെമ്മറി. അതൊരു നോൺ വോൾട്ടൈൽ മെമ്മറി ആണ്. സ്റ്റോർസ് ഫേംവെയർ ആൻഡ് എസെൻഷ്യൽ സ്റ്റാർട്ടപ്പ് ഇൻസ്ട്രക്ഷൻസ്. ഇറ്റ് കണ്ടെയ്ൻസ് ദ ബയോസ്. ബയോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം ഓർ നമുക്ക് എന്ത് പറയാം, യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ് എന്നും പറയാം. ആ ഒരു ടേം ചിലപ്പോൾ മേ ബി ന്യൂ ആയിരിക്കാം. UEFI, അതായത് ബയോസും കാണുമായിരിക്കും, അതുപോലെ തന്നെ UEFI. ഇതെന്ന് പറയുന്നത് എന്താണ്? യൂണിഫൈഡ് എക്സ്റ്റെൻസിബിൾ ഫേംവെയർ ഇന്റർഫേസ്. ഇതാണ് നമ്മൾ പവർ ഓൺ ചെയ്യുമ്പോൾ സിസ്റ്റം ബൂട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ബയോസ് ഹാർഡ്വെയർ കോമ്പണൻസ് ചെക്ക് ചെയ്യും, ദെൻ ബൂട്ട് ലോഡർ അങ്ങ് ലോഡ് ചെയ്യും, വിച്ച് ദെൻ ലോഡ്സ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ദാറ്റ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇനി
ബാക്കിയുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടു സ്റ്റോപ്പ് എ കമ്പ്യൂട്ടർ, ഇതെന്തുകൊണ്ട് റോമിന്റെ ഡ്യൂട്ടി അല്ല? റോം ഇതൊന്നും ചെയ്യുന്നില്ല. ഒരു കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്യുന്നതിൽ റോമിന് ഒരു റോളും ഇല്ല. അത് ചെയ്യുന്നത് ആരാണ്? ഷട്ട് ഡൗൺ പ്രോസസ് ഈസ് മാനേജ്ഡ് ബൈ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് പവർ മാനേജ്മെന്റ് സിസ്റ്റം. ബോത്ത് എ ആൻഡ് ബി ഫോൾസ്, നൺ ഓഫ് ദി എബവ്. ആസ് യൂഷ്വൽ ഒരു എന്താ പറയാ, ഒരു ഓപ്ഷൻ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട് എന്ന് മാത്രം. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് the question is, which of the following components are connected by motherboard? Hard drive, sound card, microprocessor. Okay, so all of the above. That's finally ഈ ഫോർത്ത് ഓപ്ഷൻ യൂസ്ഫുൾ ആയി വരുന്ന ഒരു ക്വസ്റ്റ്യൻ എങ്കിലും കണ്ടു. all of the above ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മദർബോർഡ് ഇസ് ദ മെയിൻ സർക്യൂട്ട് ബോർഡ് ഇൻ എ കമ്പ്യൂട്ടർ that connects all major components. അത് നമുക്ക് അറിയുന്ന കാര്യമാണ്. It allows communication and power distribution between various hardware components. ഇനി ഇതിൽ കണക്റ്റഡ് കോമ്പണൻസ് എന്ന് പറയുമ്പോൾ ഹാർഡ് ഡ്രൈവ് വരും. അതാണല്ലോ ഓപ്ഷൻ എ എന്ന് പറയുന്നത്. ഈ ഹാർഡ് ഡ്രൈവ് ഈതർ സാറ്റ അല്ലെങ്കിൽ NVMe ഇന്റർഫേസസ് ഫോർ സ്റ്റോറേജ്, അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. ഈ ഹാർഡ് ഡിസ്കിന്റെ കാര്യമാണ് പറഞ്ഞത്, അതായത് ഓപ്ഷൻ എ. ആൻഡ് ഇൻ കേസ് ഓഫ് ഓപ്ഷൻ ബി, സൗണ്ട് കാർഡ്, ഇറ്റ് മേ ബി ഇന്റഗ്രേറ്റഡ് ഓർ കണക്റ്റഡ് വയ PCIe സ്ലോട്ട്സ്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കുറച്ച് ഹാർഡ്വെയറിന്റെ ടെർമിനോളജീസ് ആണ്. പിന്നെ തേർഡ് ഓപ്ഷൻ, മൈക്രോ പ്രൊസസർ, MUP. It's installed in the CPU socket to process instructions. അതില്ലാണ്ട് ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. ഓക്കെ, സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. മദർബോർഡ് കണക്ട്സ് മൾട്ടിപ്പിൾ കോമ്പണൻറ്റ്സ് ഇൻക്ലൂഡിംഗ് the hard drive, sound card, microprocessor, making option D the correct answer. Okay, let's move to the next question. What is nibble for bits? അല്ലേ, ഓപ്ഷൻസ് നമുക്ക് നോക്കേണ്ട ആവശ്യം കൂടിയില്ല. യെസ്, ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ വരുന്നത്. നിബിൾ ഈസ് എ യൂണിറ്റ് ഓഫ് ഡിജിറ്റൽ ഇൻഫർമേഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 4 bits. അതായത് ഹാഫ് എ ബൈറ്റ് ആണ്. ഹാഫ് എ ബൈറ്റ്, ഒരു ബൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 4 bits. ഓക്കെ, ബൈറ്റ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 8 bits ആണ്. സോ ഹാഫ് എ ബൈറ്റ് എന്ന് പറയുമ്പോൾ 4 bits ആണ്. Nibbles are commonly used in hexadecimal representation. അതായത് each hexadecimal corresponds to a nibble. അതായത് 4 bits വെച്ചിട്ടാണ് hexadecimal values നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, സേ ബൈനറി 1010, ഇതിൽ 4 bits അല്ലേ നമുക്ക് വരുന്നത്? 4 bits ആണ് ഇതിനകത്ത് വരുന്നത്. This is equivalent to hexadecimal value A. ബൈനറി 16 വരുന്ന വാല്യൂ, അതിന് ഈക്വലന്റ് ആണ് ഈ 4 bits എന്ന് പറയുന്നത്. ബാക്കി ഓപ്ഷൻസ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം. ഓപ്ഷൻ എയുടെ കേസിൽ 2 bitsനെ നമുക്ക് വേണമെങ്കിൽ ഡൈബിറ്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് 3 bitsന്റെ കാര്യത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ടേം ഇല്ല 3 bits ആണെങ്കിൽ. ഇനി 7 bitsന്റെ കാര്യം എടുക്കുവാണെങ്കിൽ ദീസ് ആർ യൂസ്ഡ് ഇൻ ASCII character encoding. Okay, but not a nibble. Okay, now let's move to the next question. So 1024 TB is equal to what? ഒറ്റയടിക്ക് പറയാം നമുക്ക് 1 PB അല്ലേ, പെറ്റാബൈറ്റ് അല്ലേ വരുന്നത്? അപ്പോൾ 1 PB ഒരു നല്ല ക്വസ്റ്റ്യൻ ആണിത്. ഇത് പലർക്കും കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. 1024 TB is equal to 1 petabyte ആണ് വരിക. ഇനി നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് സ്റ്റോറേജ് യൂണിറ്റ്സിന്റെ ഹൈറാർക്കി ഒന്ന് നോക്കി നോക്കാം. അതായത് 1 KB, അതായത് 1 kilobyte എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു 1024 bytes. ഓക്കെ, ഇനി 1 MB എന്ന് പറഞ്ഞാൽ 1024 KB. ഇനി 1 GB, GB എന്ന് പറഞ്ഞാൽ MB എന്ന് പറഞ്ഞാൽ മെഗാബൈറ്റ് ആണ്. അതുപോലെ തന്നെ GB എന്ന് പറഞ്ഞാൽ ഗിഗാബൈറ്റ് ആണ്. ദിസ് ഈസ് ഈക്വൽ ടു 1024 MB. ആൻഡ് ദെൻ 1 TB, ടെറാബൈറ്റ് is equal to 1024 gigabytes. Okay, then 1 PB,
അതാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. ദിസ് ഈസ് ഈക്വൽ ടു 1024 terabyte, which is 1 petabyte. ഓക്കെ, ഇനി രണ്ട് യൂണിറ്റ്സും കൂടെ സ്റ്റോറേജ് യൂണിറ്റ്സും കൂടെ പറയാവേ. അതായത് 1 EB, വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുള്ളത് കൊണ്ടാണ്. നമ്മളിപ്പോൾ 1 GB പറഞ്ഞായിരുന്നു. 1 GB is equal to 1024 MB ആണെന്ന് പറഞ്ഞു. ഇനി ഇവിടെ ഒരു EB മെൻഷൻ ചെയ്തിട്ടുണ്ടല്ലോ. EB എന്ന് പറയുന്നത് എക്സാബൈറ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. 1 exabyte is equal to 1024 petabyte. Similarly, 1 GB is equal to 1024 exabyte. Okay, ഇതൊന്ന് ജസ്റ്റ് നോക്കി വെക്കുന്നത് നന്നായിരിക്കും. Okay, moving to the next question. Keyboard and mouse can be connected with computer using DIN connector. Okay, PS2 connector. അത് റൈറ്റ് ആണ്. Then USB port വെച്ചിട്ട് ചെയ്തുകൂടെ നമുക്ക്? Yes. So both B and C. That's a right option. Usually കീബോർഡ്സും മൗസും ഒക്കെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണക്ടേഴ്സ് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിൽ ഒന്ന് ഈ PS2 കണക്ടറാണ്. ഇതിനകത്ത് എന്ന് പറയുമ്പോൾ ഒരു ഈ PS2 കണക്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു 6 പിൻ റൗണ്ട് കണക്ടർ യൂസ്ഡ് ഇൻ ഓൾഡർ കമ്പ്യൂട്ടേഴ്സ്. അതാണിത്, 6 പിൻ റൗണ്ട് കണക്ടർ ട്ടോ. കണ്ടിട്ടുണ്ടാവുമായിരിക്കും നിങ്ങളിൽ പലരും. ഇനി കീബോർഡിനാണെങ്കിലും അതുപോലെ തന്നെ മൗസിനാണെങ്കിലും സെപ്പറേറ്റ് പോർട്സ് ഉണ്ടായിരിക്കും. കീബോർഡിന് വേണ്ടിയിട്ട് യൂഷ്വലി നമ്മൾ കീബോർഡിന്റെ കാര്യത്തിലാണെങ്കിൽ യൂഷ്വലി ഒരു പർപ്പിൾ കളറ് പോർട്ടാണ് കാണുക. ആൻഡ് ഇൻ കേസ് ഓഫ് മൗസ് ഒരു ഗ്രീൻ കളറ് പോർട്ടാണ് കാണാറുള്ളത് യൂഷ്വലി. ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് USB പോർട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് കണക്ഷൻ നൗ ഡേയ്സ് അല്ലേ. ഈ മോഡേൺ കീബോർഡ്സും മൗസും ഒക്കെ USB-A കണക്ടേഴ്സോ അല്ലെങ്കിൽ USB-C അഡാപ്റ്റേഴ്സോ ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇന്നത്തെ കാലത്ത്. ഇനിയിപ്പോൾ വയർലെസ്സും ഒക്കെ പോസിബിൾ ആണ് നമുക്ക്. ഇനി ഇതിനകത്ത് ഒരു ഓപ്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്, DIN കണക്ടർ എന്ന് പറഞ്ഞിട്ട്. ഇതെന്താണ് സംഭവം എന്ന് ജസ്റ്റ് ഒന്ന് പറയാവേ. അതായത് IBMന്റെ പഴയ PCs ഉണ്ടല്ലോ, ഒരു 5 പിൻ DIN കണക്ടറാണ് കീബോർഡ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നത്. പക്ഷെ മൗസ് ഇത് യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ DIN കണക്ടേഴ്സിനെ ലേറ്റർ ഈ PS2 വന്ന് എന്താ പറയുക റീപ്ലേസ് ചെയ്തു. അപ്പൊ പിന്നെ ഫർദർ DIN കണക്ടേഴ്സ് ആരും യൂസ് ചെയ്യാതെയായി. USB പോർട്സ് വന്നു. വയർലെസ് ടെക്നോളജീസ് ഉണ്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് ഇഥർനെറ്റ് പോർട്ട്? ഓക്കെ, ടു കണക്ട് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ടു കണക്ട് മോണിറ്റർ, ടു കണക്ട് പ്രിന്റർ, ഓൾ ഓഫ് ദ എബവ്. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, ടു കണക്ട് ടു എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. ഇഥർനെറ്റ് പോർട്ട് എന്ന് പറയുമ്പോൾ RJ45 അതാണ് അതിന്റെ പേര്. ആ പോർട്ടിന്റെ RJ45 പോർട്ടിനെ ഇഥർനെറ്റ് പോർട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു വയർഡ് നെറ്റ്വർക്ക് കണക്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഡിവൈസസിനെ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇന്റർനെറ്റോ ആയിട്ടോ അല്ലെങ്കിൽ ഇൻട്രാനെറ്റ് നെറ്റ്വർക്ക്സോ ആയിട്ടോ ഒക്കെ നമുക്ക് ഈ ഇഥർനെറ്റ് കേബിൾസ് വഴി കണക്ട് ചെയ്യാം. അപ്പൊ അന്നേരം നമ്മൾ ഈ RJ45 പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഇഥർനെറ്റ് പോർട്ട് ഇത് ആക്ച്വലി കൂടുതൽ ഫാസ്റ്ററും സ്റ്റേബിളും ഒക്കെ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. മേ ബി നമുക്ക് ഇങ്ങനെ പറയാം, ഈവൻ വൈഫൈനേക്കാളും കൂടുതൽ ഫാസ്റ്ററും സ്റ്റേബിളും ആയിട്ടുള്ള കണക്ഷൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ടു കണക്ട് മോണിറ്റർ. മോണിറ്റർ നമ്മൾ എന്ത് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്? HDMI കേബിളോ അല്ലെങ്കിൽ VGA, DVI അല്ലെങ്കിൽ ഡിസ്പ്ലേ പോർട്ട് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞ? HDMI കേബിൾസ്, പിന്നെ VGA, HDMI ആണിപ്പോൾ മോസ്റ്റ്ലി. ഓക്കെ, പിന്നെ DVI, അതും അല്ലെങ്കിൽ ഡിസ്പ്ലേ പോർട്ട്. ഓക്കെ, ഇഥർനെറ്റ് പോർട്സ് യൂസ് ചെയ്തിട്ടൊന്നുമല്ല. ഓക്കെ, ഇനി ടു കണക്ട് പ്രിന്റർ. പ്രിന്റർ നമുക്ക് വേണമെങ്കിൽ USB യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം, വൈഫൈ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് പ്രിന്റിങ് പോസിബിൾ ആണ്.
ഓക്കെ. ഈ ഇതിലൊക്കെ ഒന്നും തന്നെ ഈ പറഞ്ഞ ഓപ്ഷൻസിൽ ഒന്നും തന്നെ ഇതർനെറ്റ് ഡയറക്ട്ലി യൂസ് ചെയ്യുന്നില്ല അൺലെസ് ഈ ഒരു നെറ്റ്വർക്ക് പ്രിന്റേഴ്സിന്റെ കേസസിൽ മാത്രം. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ജിംബ്? സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് നമ്മൾ ജിംബ് പഠിക്കുന്നതാണ്. കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ കേരള സ്റ്റേറ്റ് സിലബസിനകത്ത് ജിംബ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് നമ്മൾ പല പരീക്ഷണങ്ങളും ലാബിൽ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? സോ വാട്ട് ഈസ് ജിം? സിസ്റ്റം സോഫ്റ്റ്വെയർ ആണോ? അല്ല. OS ആണോ? അല്ലേ അല്ല. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണോ? യെസ്, എക്സാക്ട്ലി. ബോത്ത് A and B. വെരി റോങ് അല്ലേ? ജിംബ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഈ പറയുന്ന ജിംബ്. ഇറ്റ്സ് എ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? ഫോട്ടോ റീടച്ച് ചെയ്യാൻ, ഇമേജ് കോമ്പോസിഷൻ, അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ്ങിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതൊരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. കാരണം ഇറ്റ് പ്രൊവൈഡ് സ്പെസിഫിക് ഫങ്ഷൻസ് ഫോർ ഇമേജ് എഡിറ്റിംഗ് ലൈക്ക് അഡോബി ഫോട്ടോഷോപ്പ്. ഓക്കെ, ഇത് നമുക്ക് ഡിഫറെന്റ് OSൽ റൺ ചെയ്യാനായിട്ട് സാധിക്കും. വിൻഡോസിലും സാധിക്കും, മാക് OSലും സാധിക്കും, അതുപോലെ തന്നെ ലിനക്സിലും സാധിക്കും. ഫ്രീയും ഓപ്പൺ സോഴ്സും ആണ്, അത് മറക്കരുത് കേട്ടോ. ഇനി ബാക്കി ഓപ്ഷൻസ് നമ്മൾ എടുക്കുമ്പോൾ സിസ്റ്റം സോഫ്റ്റ്വെയർ. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ? അതെന്ന് പറയുന്നത് റെഫേഴ്സ് ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് യൂട്ടിലിറ്റി പ്രോഗ്രാംസ് അല്ലേ? ദാറ്റ് മാനേജ് ഹാർഡ്വെയർ ലൈക്ക് വിൻഡോസ്, ലിനക്സ്, അതിനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ല, അതൊരു ആപ്ലിക്കേഷൻ ആണ് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ല എന്നുള്ളതിന്റെ കാരണമൊന്നും ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരില്ല, ചെയ്തു തരേണ്ടതില്ല അല്ലേ? So let's move to the next question without wasting our time. Unix is an operating system അല്ലേ? യെസ്, എന്ത് രസമായിരുന്നു അല്ലേ പണ്ടത്തെ PSC എക്സാംസ്. നമുക്കറിയാം യുണിക്സ് ഒരു മൾട്ടി യൂസർ അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് OS ആണ്. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അറൗണ്ട് 1960s AT&T ബെൽ ലാബ്സിലാണ്. നമുക്കറിയുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇറ്റ് സെർവ്സ് ആസ് ദ ഫൗണ്ടേഷൻ ഫോർ മെനി മോഡേൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഇൻക്ലൂഡിംഗ് ലിനക്സ്, മാക് OS ആൻഡ് BSD വേരിയൻസ് അതൊക്കെ. ഓക്കെ, ഓൾസോ യുണിക്സ് പ്രൊവൈഡ്സ് കമാൻഡ് ലൈൻ ആൻഡ് ഗ്രാഫിക്കൽ ഇന്റർഫേസസ് ഫോർ സിസ്റ്റം മാനേജ്മെന്റ്, പ്രോഗ്രാമിംഗ് ആൻഡ് നെറ്റ്വർക്കിംഗ്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ് അല്ലേ? പിന്നെ ഇതിൽ യുണിക്സിന്റെ കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ മൾട്ടി യൂസർ, അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് സപ്പോർട്ട്, പിന്നെ പോർട്ടബിലിറ്റി അക്രോസ് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോം, സെക്യൂരിറ്റി ആൻഡ് സ്റ്റെബിലിറ്റി, ഫയൽ ബേസ്ഡ് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ, ഇതൊക്കെ അതിന്റെ കീ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അല്ലെങ്കിൽ കീ ഫീച്ചേഴ്സ് ആണ്. നമ്മളിതൊക്കെ ഇനി OS പഠിക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ടാകുക. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ നേരത്തെ പറഞ്ഞേ ഉള്ളൂ, ജിംബ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതുപോലെ MS ഓഫീസ്, വെബ് ബ്രൗസേഴ്സ്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ റൺ ചെയ്യുന്ന പ്രോഗ്രാംസിനെയാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. യുണിക്സ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒന്നും അല്ല, അതൊരു OS തന്നെയാണ്. ഇനി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ടൂൾസ് ഫോർ സിസ്റ്റം മെയിൻ്റനൻസ് ആൻഡ് ഒപ്റ്റിമൈസ്. ഫോർ എക്സാമ്പിൾ ആന്റിവൈറസ് ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. സിമിലർലി ഡിസ്ക് ക്ലീനപ്പ് ടൂൾസ് ഉണ്ടല്ലോ, അതൊക്കെ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ആണ് ശരിക്കും, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർസ് ആണ് ശരിക്കും. യുണിക്സിനകത്ത് നമുക്ക് യൂട്ടിലിറ്റീസ് ഉണ്ടായിരിക്കും, പക്ഷെ OS itself is not classified as utility software. Moving to the next question. NIC can be connected with motherboard using, first of all, NIC എന്താണ്? Network Interface Card. അതാണ് NIC എന്ന് പറയുന്നത്. അതിനെ മദർബോർഡുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ നെറ്റ്വർക്ക് ഇന്റർഫേസ് കാർഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹാർഡ്വെയർ കോമ്പണന്റ് വിച്ച് എനേബിൾസ് എ കമ്പ്യൂട്ടർ ടു കണക്ട് ടു എ നെറ്റ്വർക്ക്. ഇറ്റ് ക്യാൻ ബി കണക്റ്റഡ് ടു മദർബോർഡ് യൂസിങ് ഡിഫറെന്റ് സ്ലോട്ട്സ്. അതിനകത്ത് PCI വരാം. PCI എന്ന് പറയുമ്പോൾ പെരിഫറൽ കോമ്പണന്റ് ഇന്റർകണക്റ്റ് ആണ്. അതായത് മോഡേൺ കമ്പ്യൂട്ടേഴ്സിലൊക്കെ നമ്മൾ NIC ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഈ PCIs ആണ്. ഹൈ സ്പീഡും ബെറ്റർ പെർഫോമൻസും അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ISA യൂസ് ചെയ്യാം. ISA എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആർക്കിടെക്ചർ.
ഓൾഡർ കമ്പ്യൂട്ടേഴ്സിൽ യൂസ് ചെയ്തിരുന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഈ NICs കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. PCIനേക്കാൾ സ്ലോ ആണ്, പക്ഷെ ഒരു കാലത്ത് ഒരു സ്റ്റാൻഡേർഡ് ഇന്റർഫേസ് ആയിരുന്നു അത്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C, which is both A and B. Now, moving to the next question. Which of the following is not an operating system? Mac OS തന്നിട്ടുണ്ട്, Solaris തന്നിട്ടുണ്ട്, then MS-DOS തന്നിട്ടുണ്ട്. യെസ്, ഓപ്പൺ ഓഫീസ്. ഇതെന്താ തമാശ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് അറിയാം, മാനേജ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിസോഴ്സസ്. ഓപ്പൺ ഓഫീസ് ഇസ് നോട്ട് എൻ OS, ഇറ്റ്സ് എൻ ഓഫീസ് പ്രൊഡക്ടിവിറ്റി സൂട്ട് ഓൺലി, ലൈക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ്. ഓക്കെ, മാക് OS വന്നിട്ടുണ്ട് നമുക്കിവിടെ. അതെന്ന് പറയുന്നത് ഡെവലപ്ഡ് ബൈ ആപ്പിൾ. ഇതൊരു യുണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. മാക് കമ്പ്യൂട്ടേഴ്സിലാണ് അത് യൂസ് ചെയ്യുന്നത്. ഇനി സൊളാരിസ് എടുക്കുവാണെങ്കിൽ അതും ഒരു യുണിക്സ് ബേസ്ഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അത് സൺ മൈക്രോ സിസ്റ്റംസ് ആണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ സൺ മൈക്രോ സിസ്റ്റം എന്ന് പറയുന്നത് പിന്നെ ഓൺ ബൈ ഒറാക്കിൾ ആണ് കേട്ടോ. Now coming to MS-DOS, മൈക്രോസോഫ്റ്റ് ഡിസ്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നതിന്റെ ചുരുക്ക രൂപമാണ് MS-DOS. It was an early command line operating system developed by Microsoft. Okay, so obviously C is not an operating system. ഓപ്പൺ ഓഫീസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഇതിനകത്ത് റൈറ്റർ, കാൽക്ക്, ഇംപ്രസ്, ബേസ്, അങ്ങനെ ഡോക്യുമെന്റ് എഡിറ്റിങ്ങിനും സ്പ്രെഡ്ഷീറ്റ്സിനും പ്രസന്റേഷൻസിനും ഒക്കെ വേണ്ട പിന്നെ ഫെസിലിറ്റീസ് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫാസ്റ്റസ്റ്റ്? കമ്പൈലർ, ഇന്റർപ്രിറ്റർ? ഏതായിരിക്കും ആൻസർ? കമ്പൈലർ ഓഫ് കോഴ്സ് അല്ലേ. ഇന്റർപ്രിറ്ററിനേക്കാളും ഫാസ്റ്റ് ആയിരിക്കില്ലേ കമ്പൈലർ? കാരണം കമ്പൈലർ എന്ന് പറയുന്നത് ട്രാൻസ്ലേറ്റ്സ് ദ എൻറ്റയർ പ്രോഗ്രാം അറ്റ് വൺസ് ഇൻ ടു മെഷീൻ കോഡ് ബിഫോർ എക്സിക്യൂഷൻ. അതുവഴി എന്താണ് ശരിക്കും സംഭവിക്കുന്നത്? It results in faster execution since the program does not require translation during runtime. For example, നമുക്ക് പറയാം C++, ജാവ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. JIT compilation for JVM, Java Virtual Machine, Java in-time compilation for Java Virtual Machine. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, അതിന്റെ കാരണം നമ്മൾ ഊപ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നൗ ഇന്റർപ്രിറ്ററിന്റെ കാര്യത്തിൽ നമ്മൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കമ്പൈലർ ഫാസ്റ്റർ എക്സിക്യൂഷൻ ആണ് നമ്മൾ പറഞ്ഞു, കൺവേർട്സ് ഓൾ കോഡ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ് ബിഫോർ എക്സിക്യൂഷൻ, നോ ട്രാൻസിഷൻ ഹാപ്പൻസ് ഡ്യൂറിങ് റൺ ടൈം. ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു നിർത്തിയതാണ്. ഇനി ഇന്റർപ്രിറ്റർ ആണെങ്കിൽ എങ്ങനെയാണ്? സ്ലോവർ എക്സിക്യൂഷൻ ആയിരിക്കും. കാരണം it translates line by line during execution. This adds extra overload, making it slower than a compiler. For example, interpreter use ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ ഇന്റർപ്രിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ്. Okay, so the right answer is option A, compiler. Coming to the next question. Domain name system is used to convert IP address to name to IP address. Okay, രണ്ട് ഓപ്ഷൻസ് ആകെ ചെക്ക് ചെയ്യേണ്ടതുള്ളൂ നമുക്ക് ഇതിനകത്ത്. കറക്റ്റ് ആൻസർ നമുക്കറിയാം, ബോത്ത് A and B. IP അഡ്രസ്സിനെ നെയിമിലേക്കും നെയിമിനെ IP അഡ്രസ്സിലേക്കും കൺവേർട്ട് ചെയ്യാനായിട്ട് DNSന് സാധിക്കും. എന്താണ് DNS? ഡൊമൈൻ നെയിം സിസ്റ്റം എന്നതിന്റെ ചുരുക്ക രൂപമാണ് DNS എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ് ടു റിസോൾവ് ഡൊമൈൻ നെയിംസ് ടു IP addresses ആൻഡ് വൈസ് വേഴ്സ. അതായത് ഇറ്റ് അലൗസ് യൂസേഴ്സ് ടു ആക്സസ് വെബ്സൈറ്റ്സ് യൂസിങ് ഹ്യൂമൻ റീഡബിൾ ഡൊമൈൻ നെയിംസ് ഇൻസ്റ്റെഡ് ഓഫ് ന്യൂമറിക്കൽ IP addresses. ഓക്കെ, ഈ IP അഡ്രസ് ടു നെയിം അതിനെ നമുക്ക് ഫോർവേഡ് ലുക്കപ്പ് എന്നാണ് പറയാ. ഓക്കെ, ഈ IP അഡ്രസ്സിനെ ഒരു നെയിം ആക്കി മാറ്റുന്നതിനെ ഫോർവേഡ് ലുക്കപ്പ് എന്നും, അതുപോലെ തന്നെ നെയിം ടു IP അഡ്രസ് ആണെങ്കിൽ റിവേഴ്സ് ലുക്കപ്പ് എന്നുമാണ് പറയാ. ഓക്കെ, അതായത് IP അഡ്രസ്സിനെ ഇനി DNSന്റെ ഫങ്ഷൻസ് നമ്മളിപ്പോ പറഞ്ഞല്ലോ, ബോത്ത് A and B എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കേ, ആദ്യം തന്നെ നെയിം ടു IP അഡ്രസ്, ഓപ്ഷൻ B ആണ് ഞാൻ പറയുന്നത്.
ഇതിനെ നമുക്ക് ഫോർവേഡ് ലുക്കപ്പ് എന്ന് പറയാം. അതായത് കൺവേർട്ട്സ് എ ഡൊമൈൻ നെയിം ടു IP അഡ്രസ്. ഓക്കെ, അതുവഴി ബ്രൗസറിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വെബ് സെർവേഴ്സ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി IP അഡ്രസ്സിനെ നെയിം ആക്കി മാറ്റുവാണെങ്കിൽ അതിനെ നമ്മൾ റിവേഴ്സ് ലുക്കപ്പ് എന്നാണ് പറയുക. അതായത് IP അഡ്രസ്സിനെ തിരിച്ച് ഡൊമൈൻ നെയിം ആക്കിയിട്ട് മാറ്റുന്നു. ഇത് നെറ്റ്വർക്ക് ട്രബിൾ ഷൂട്ടിങ്ങിനും അതുപോലെ തന്നെ സെക്യൂരിറ്റി അനാലിസിസിനൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന റിവേഴ്സ് ലുക്കപ്പ് എന്ന് പറയുന്നത് ചെയ്യുന്നത്. ഓക്കെ, നൗ today's final question, what is BIOS? Oh my god. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു അല്ലേ? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഫേംവെയർ അല്ലേ? ബയോസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം. ഇറ്റ്സ് എ ഫേംവെയർ സ്റ്റോർഡ് ഇൻ ROM അല്ലേ? റീഡ് ഓൺലി മെമ്മറി ഓൺ എ കമ്പ്യൂട്ടേഴ്സ് മദർ ബോർഡ്. ഇനി ഇതെന്താണ് ചെയ്യുന്നത്? ആക്ച്വലി ഹാർഡ്വെയർ കോമ്പണൻസിനെ എല്ലാം ഇനീഷ്യലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? പോസ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ആദ്യം തന്നെ ഹാർഡ്വെയറിനെല്ലാം ഇനീഷ്യലൈസ് ചെയ്യും. ദെൻ പോസ്റ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പവർ ഓൺ സെൽഫ് ടെസ്റ്റ്. ഓക്കെ, അതായത് കമ്പ്യൂട്ടർ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണ് ഇത് നടക്കുന്നത്. അതുവഴി ബയോസ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ബൂട്ട് ലോഡറിനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ബയോസിന്റെ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് പറയാം. ബയോസ് എന്ന് പറയുന്നത് അതൊരു ഫേംവെയർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് സ്റ്റോർ ചെയ്യുന്നത് നോൺ വോളറ്റൈൽ മെമ്മറീസ് ലൈക്ക് റോം അല്ലെങ്കിൽ EEPROM, അതും അല്ലെങ്കിൽ ഫ്ലാഷ് മെമ്മറി, അതിലൊക്കെ ആയിരിക്കും ഈ ഒരു ബയോസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇനി അതുപോലെ തന്നെ ഇറ്റ് പ്രൊവൈഡ്സ് ആൻ ഇന്റർഫേസ് ഫോർ ഹാർഡ്വെയർ കോൺഫിഗറേഷൻ. അതുപോലെ തന്നെ കൺട്രോൾസ് ബൂട്ട് സീക്വൻസ് ആൻഡ് സിസ്റ്റം സെറ്റിംഗ്സ്. സോ ഹിയർ ഐ ആം വൈൻഡിങ് അപ്പ് ദിസ് സെഷൻ. സില്ലി ആയിട്ട് തോന്നുമെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടാക്കാനായിട്ട് സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഇതിനകത്ത് കണ്ടായിരുന്നു. അപ്പോൾ തറോ ആയിട്ട് തന്നെ ഈ കോൺസെപ്റ്റുകളെല്ലാം നോക്കി പോവാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. Stay focused on what really matters.